ബിറ്റ് ഫീൽഡ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. കഴിഞ്ഞ സെക്ഷനിൽ പറഞ്ഞതിന്റെ ഫോളോ അപ്പ് ആയിട്ട് തന്നെയാണ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സ്ട്രക്ചറിൽ എങ്ങനെ ബിറ്റ് ഫീൽഡ് യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പറഞ്ഞാൽ ഡാറ്റ ടൈപ്സിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നോർമൽ ഇൻറ്റീജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32 ബിറ്റ് ആണ്. അപ്പോൾ ആ 32 ബിറ്റ് നമുക്ക് ആവശ്യമില്ല, നമുക്ക് അറിയാം നമുക്ക് എത്രയാണ് സൈസ് വേണ്ടതെന്നുള്ളത്. ഇപ്പോൾ 8 ബിറ്റ് മതി എന്നുണ്ടെങ്കിൽ 8 ബിറ്റ്, അല്ലെങ്കിൽ 4 ബിറ്റ് മതി എന്നുണ്ടെങ്കിൽ 4 ബിറ്റ്. അപ്പോൾ അതിനനുസരിച്ച് എന്തായി അതിന്റെ സൈസ് കുറയും ചെയ്യും. അപ്പോൾ അത് എങ്ങനെ ഇനീഷ്യലൈസ് ചെയ്യാന്നുള്ളത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. സ്ട്രക്ചർ നെയിം അതിൻ്റെ ഉള്ളിൽ തന്നെ ഈ കോളം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കോളന് ശേഷം എന്ന് പറഞ്ഞാൽ വേരിയബിൾ നെയിമിന്റെ കൂടെ വിഡ്ത്ത് ഓഫ് ദി ഫീൽഡ് ആണ് യൂസ് ചെയ്തത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഇനി നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് അവിടെ ഒരു പ്രോഗ്രാം ഇപ്പോൾ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ 3 ബിറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഈ 3 ബിറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നമുക്ക് 3 ബിറ്റേ ആവശ്യമുള്ളൂ. അതെന്ന് പറഞ്ഞാൽ അതിന്റെ എന്തായിരിക്കും എത്ര കോമ്പിനേഷൻ ഉണ്ടാവും. അപ്പൊ അതിന്റെ മാക്സിമം ഇതെന്ന് പറയുകയാണെങ്കിൽ എത്രയാണ്? 7 ആണ്. 8 2:3 എന്ന് പറഞ്ഞാൽ 8 കോമ്പിനേഷൻസ് ആണ് ഉണ്ടാവുക. അതായത് 8 നമ്പേഴ്സ് ആണ് ഉള്ളത്. ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ ഫസ്റ്റ് എന്ന് പറഞ്ഞു എഴുതിയിരിക്കുന്നത് ഇപ്പൊ അൺസൈഡ് ഇന്റ് ആണ്. അൺസൈഡ് അല്ല, ഇന്റീജർ ആണ്. അപ്പൊ എന്താ ഇന്റീജർ എന്ന് പറയുമ്പോൾ ഇന്റീജർ ബിറ്റ് ആകുമ്പോൾ ഇന്റീജർ എന്ന് പറയുന്നത് സൈനഡ് ആണ്. സൈനഡ് ബിറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ 3 ബിറ്റല്ലുള്ള ഇതിലിപ്പോ ഈ 3 കൊടുത്തതിന് 3 ബിറ്റാണ് മീൻസ് ചെയ്യുന്നത്. അപ്പൊ ഈ ബിറ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റിലുള്ള ഈ ബിറ്റ് എന്ന് പറഞ്ഞാൽ സൈനിന് വേണ്ടിയിട്ടാണ്. സൈൻ അതായത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള യൂസ് ചെയ്യുക. ഈ സൈനഡ് ബിറ്റ് എന്ന് എഴുതി കഴിഞ്ഞാൽ ഇത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നുള്ളതാണ് ചൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 നമ്പേഴ്സ് ആണ് ഇതിന്റെ ബാക്കിയുള്ള റേഞ്ച്. കാരണം സൈനഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് നമ്പേഴ്സിന് യൂസ് ചെയ്യണം. അപ്പൊ നമുക്ക് നോക്കി നോക്കാം ഇതില് എങ്ങനെയാണ് കൊടുത്തു കഴിഞ്ഞാൽ. ഇതിലിപ്പോ ഈ നമ്പറിന് 3 കൊടുത്തെന്തായിരിക്കും പ്രിന്റ് ചെയ്യാം? കറക്റ്റ് ആയിട്ട് 3 തന്നെ പ്രിന്റ് ചെയ്യും, കാരണം അതിന്റെ മാക്സിമം സൈസ് ആയി. ഇനി 4 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രിന്റ് ചെയ്യാം? 4 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും എന്ന് പറഞ്ഞാൽ എന്തായി? -4 ആയി. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇത് -4. ഇതിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുന്നത് 3 കഴിഞ്ഞാൽ -4. ഇനി 4 പകരം 5 എന്ന് കൊടുത്താൽ എന്തായിരിക്കും? 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ -3. അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ 5 കഴിഞ്ഞാൽ 6 -2. 6 കഴിഞ്ഞ് 7 8 8 കൊടുത്ത് എന്തായിരിക്കും അപ്പൊ വരിക? 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആയി. കാരണം എന്താണ്? പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓവർലാപ്പ് ചെയ്യണം. ഓവർലാപ്പ് ചെയ്യില്ല, ഓവർഫ്ലോ. അതായത് 8 കഴിഞ്ഞാൽ മാക്സിമം കഴിഞ്ഞിട്ട് പിന്നെ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായി? 0ലേക്ക് വന്നു. അപ്പൊ അതിന്റെ പിന്നെ എന്ന് പറഞ്ഞാൽ ആയിരിക്കും 9 കൊടുത്തെന്തായിരിക്കും വാല്യൂ? പിന്നെ 1 ആയിരിക്കും. അത് 1. അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ സൈക്കിൾ ചെയ്തിട്ട് കൊണ്ടേയിരിക്കും. അതാണ് എന്ത്? ഇന്റ് സൈനഡ് ആയ എന്തായി? മൈനസ് കൂടി നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോ ഞാൻ പറഞ്ഞ പോസിറ്റീവ് എനിക്ക് മതി, പോസിറ്റീവ് നമ്പേഴ്സ്. പോസിറ്റീവ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഈ 0 മുതൽ എന്ന് പറഞ്ഞാൽ 7 വരെ ആയിരിക്കും അതിന്റെ റേഞ്ച് പോസിറ്റീവ് നമ്പർ അതിന്. കാരണം എന്താ? അതിന് വേറെ സൈനഡ് ബിറ്റിന്റെ ആവശ്യമില്ല. അപ്പൊ അൺസൈനഡ് നമുക്ക് നോക്കിയേക്കാം. അൺസൈനഡ് ഇന്റ് 3 എന്ന് എഴുതിയിട്ട് ഞാനിപ്പോ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 കൊടുത്തു. അപ്പൊ 6 കൊടുത്ത് എന്തായും? 6 തന്നെയാണ് പ്രിന്റ് ചെയ്യുന്നത്. കാരണം എന്താ? അതിന് എന്ന് പറഞ്ഞാൽ സൈനഡ് ബിറ്റിന്റെ ആവശ്യമില്ല. ഇനിയിപ്പോ 8 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്തായും? 8 എന്ന് കൊടുത്താലും പ്രശ്നം ഉണ്ടാവില്ല. 8 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓവർഫ്ലോ ആണ് ഉണ്ടാവുന്നത്. ഓവർഫ്ലോ എന്ന് പറഞ്ഞാൽ 0-ലെത്തി. കാരണം നേരത്തെ മറ്റേന്ന് പറഞ്ഞാൽ ഇനി 9 കൊടുത്തെന്തായി? 9 കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും 1 ആയി. മനസ്സിലായ? അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ നമ്പേഴ്സ് ഓവർഫ്ലോ ഉണ്ടാകുമ്പോൾ നമ്പർ സെയിം ആണ്. പക്ഷെ എന്ന് പറഞ്ഞാൽ ഇതിന് പറഞ്ഞാൽ 3 പോസിറ്റീവ്, അതായത് 3 പോസിറ്റീവ് നമ്പേഴ്സും നെഗറ്റീവ് നമ്പേഴ്സും റെക്കഗ്നൈസ് ചെയ്യാൻ വേണം. ഏത്? സൈനഡ് എന്ന് എഴുതി കഴിഞ്ഞാൽ. അപ്പൊ അൺസൈനഡ് എന്ന് എഴുതി കഴിഞ്ഞാൽ എന്താണ്? അതിനനുസരിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺസൈനഡ് എഴുതി കഴിഞ്ഞാൽ 2⁻⁴ അത്രയും ടൈംസ് എന്ന് പറഞ്ഞാൽ നമ്പർ യൂസ് ചെയ്യാൻ പറ്റും. n-1. അപ്പൊ അത്രയും ടൈംസ് എന്ന് പറഞ്ഞാൽ ഈ നമ്പേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ സൈനഡ് ആണെങ്കിൽ അത്രയും നമ്പേഴ്സിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, കാരണം അതെന്താ? നെഗറ്റീവ് നമ്പേഴ്സിന്റെയും കേസ് വരുന്നുണ്ട്. അപ്പൊ ഈ 2 സെക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമ്മുടെ ബിറ്റ് ഫീൽഡിൽ. ബിറ്റ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഈ റേഞ്ച് മനസ്സിലാക്കണം നമ്മൾ, എത്ര മാക്സിമം വേണമെന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ സെക്ഷൻ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്നുള്ളത് വിചാരിക്കുന്നു. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യുക.